മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കി പൈനാവിൽ 2 വീടുകൾക്ക് തീയിട്ട പ്രതി പിടിയിൽ. പ്രതി സന്തോഷിനെ ഇടുക്കിയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. പൈനാവ് സ്വദേശികളായ അന്നക്കുട്ടിയും മകൻ ജിൻസും താമസിക്കുന്ന വീടുകൾക്കാണ് പ്രതി തീയിട്ടത്. അന്നക്കുട്ടിയുടെയും പേരക്കുട്ടിയുടെയും ദേഹത്ത് കഴിഞ്ഞ ദിവസം മകളുടെ ഭർത്താവ് സന്തോഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയിരുന്നു. സന്ദീപ് രാജാക്കാട് നൽകും കൂടുതൽ വിവരങ്ങൾ. സന്ദീപ്, അവിടെ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്നത് വ്യക്തമാവുന്നുണ്ടോ? സുരിയ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കുടുംബ വഴക്കുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ അന്നക്കുട്ടിയെയും ചെറുമകനെയും പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് ഈ പൊള്ളലേൽപ്പിച്ചത് സന്തോഷ്. ഇതിനുശേഷം ഈ സന്തോഷ് ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തി വരുന്നതിനിടയിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഈ വീടുകൾക്ക് 2 വീടുകൾക്ക് തീയിട്ടിരുന്നത്. മൂത്ത മകൻ താമസിച്ചിരുന്ന വീടും സമീപത്തെ ഇളയ മകൻ താമസിച്ചിരുന്ന വീടുമാണ് രാത്രിയിൽ കത്തിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. അതിൽ ഒരു വീട് പൂർണ്ണമായും മറ്റൊരു വീട് ഭാഗികമായും കത്തി നശിച്ചിരിക്കുന്ന അവസ്ഥയാണുള്ളത്. വീട്ടിലെ വീട്ടുപകരണങ്ങൾ അടക്കം പൂർണ്ണമായും നശിച്ചിരുന്നു. ഈ മുമ്പ് ഇവരെ പൊള്ളലേൽപ്പിച്ച അതേ വീടിൽ വെച്ച് തന്നെ ആ വീടുകൾക്കാണ് തീയിട്ടത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ സന്തോഷിനെ കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതലായി സംശയം ജനിപ്പിച്ചിരുന്നത്. ഒപ്പം തന്നെ സന്തോഷിനായിട്ടുള്ള അന്വേഷണം നടന്നു വരികയുമായിരുന്നു. ഇതിനിടയിലാണ് തമിഴ്നാട്ടിലേക്ക് കടക്കുവാനുള്ള ഒരു സാധ്യത അതിർത്തി ചെക്ക് പോസ്റ്റിൽ പരിശോധന കർശനമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുലർച്ചയോടുകൂടി ബോഡിമെട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഈ കേരളത്തിന്റെ തമിഴ്നാടിന്റെ അതിർത്തിയായിട്ടുള്ള ബോഡിമെട്ടിൽ വെച്ച് ഈ സന്തോഷിനെ പിടികൂടുകയും പോലീസ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഇയാളെ ഇപ്പോൾ ഇടുക്കിയിലേക്ക് എത്തിച്ച പൈനാവിലുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും അറസ്റ്റും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പൊള്ളലേറ്റ ഇവര് ഇപ്പോഴും ഈ അന്നക്കുട്ടിയും ചെറുമകനും ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയുമാണ് സുജിയ. ഓക്കെ, ഇടുക്കി പൈനാവിൽ വീടുകൾക്ക് തീയിട്ട പ്രതി നിരപ്പേൽ സന്തോഷ് ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.